ലോകത്താദ്യമായി കടലിനു കുറുകെ കയർ കെട്ടി കാർ ഓടിച്ച രാജ്യം. ലോകത്ത് എന്തിനും ഏതിലും മുൻപന്തിയിൽ നിൽക്കുന്ന സിംഗപ്പൂർ എന്ന ചെറിയ വലിയ രാജ്യത്താണ് കടലിനക്കരെ ഇക്കരെ തുറമുഖത്തിനു മുകളിലൂടെ കേബിൾ കാറിൽ ആകാശസഞ്ചാരം സാധ്യമാക്കിയിരിക്കുന്നത്. സിംഗപ്പൂരിലെ ആകാശയാത്ര അവിസ്മരണീയമായ ഒന്നാണ്. സിംഗപ്പൂർ വൻകരയെ സെന്തോസ ദ്വീപുമായി കണക്ട് ചെയ്യുന്ന ആദ്യത്തെ കേബിൾ കാർ, അതിനുശേഷം സെന്തോസ ദ്വീപിനെ ചുറ്റി വരുന്ന കേബിൾ കാർ. ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ സിംഗപ്പൂരിലെ പോർട്ടും സിംഗപ്പൂർ തീരപ്രദേശത്തുള്ള നിരവധി ദ്വീപുകളും ആ ദ്വീപുകളെ കണക്ട് ചെയ്യുന്ന സംവിധാനങ്ങളുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. കടലിനും ആകാശത്തിനുമിടയ്ക്ക് ഞാണിന്മേൽ തൂങ്ങിയാടിപ്പോകുന്ന ഈ പേടകങ്ങൾ നഗരത്തിലെ അത്ഭുത കാഴ്ചകൾക്ക് മീതെയുള്ള വാനസഞ്ചാരമാണ്. സിംഗപ്പൂരിലെ മൗണ്ട് ഫാബറിൽ നിന്ന് കെപ്പൽ തുറമുഖത്തിന് കുറുകെ കടലിന് മുകളിലൂടെ റിസോർട്ട് ദ്വീപായ സെന്റോസയിലേക്കാണ് ഞാണിന്മേൽ യാത്ര. 1974 ഫെബ്രുവരി 15 സഞ്ചാരികൾക്കായി ഇത് തുറന്നുകൊടുത്തു. മൗണ്ട് ഫാബറിൽ നിന്ന് കെപ്പൽ തുറമുഖത്തിന് മുകളിലൂടെ സെന്തോസ ദ്വീപിലേക്കുള്ള യാത്ര സൗത്ത് എൻഡിലെ നിബിഡ വനത്തിനും കടലിനും മീതെ നഗരത്തിൻ്റെ 360 ഡിഗ്രി കാഴ്ചകളിലൂടെയാണ്. നാൽപ്പത്തിമൂന്ന് ക്യാബിനുകളുമായി തുടങ്ങിയ സിംഗപ്പൂർ കേബിൾ കാറിൽ ഇന്ന് 67 ക്യാബിനുണ്ട്. ഒരു ക്യാബിനിൽ പരമാവധി 8 യാത്രക്കാർ വീതം. മണിക്കൂറിൽ ഇരുവശത്തേക്കും 2000 യാത്രക്കാരെ ആകാശയാത്രയ്ക്ക് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റിയുണ്ടിതിന്. മൗണ്ട് ഫാബർ ലൈൻ, സെക്കൻഡ് സെന്റോസ ലൈൻ എന്നിങ്ങനെ 2 ലൈനുകളിലായി 1650 മീറ്റർ അഥവാ 5410 അടിയാണ് ആകെ യാത്രാദൂരം. സെന്റോസ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നടത്തുന്ന കേബിൾ കാറിന്റെ റൂട്ടിൽ 6 സ്റ്റേഷനുണ്ട്. പോക്കമോൺ കഥാപാത്രങ്ങളായ പീക്കാച്ചുവിനെയും മറ്റും പ്രമേയങ്ങളാക്കിയ ക്യാബിനുകൾ ഹോട്ടൽ മുറി പോലെയോ ആഡംബര ട്രെയിൻ പോലെയോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഗ്ലാസ് അടിത്തറയുള്ള ക്യാബിനുകളിൽ കാടും കടലും നഗരവും കാൽക്കീഴിൽ കാണാം. ആകാശത്ത് അത്താഴം കഴിക്കണമെന്നുള്ള കൂട്ടാളികൾക്കായി പ്രത്യേക ക്യാബിനുകളുമുണ്ട്. സിംഗപ്പൂരിലെ ലോകപ്രശസ്ത നിർമ്മിതികളായ മരിയ ബേ സാൻഡ്സ്, സിംഗപ്പൂർ ഫ്ലയർ, ഗാർഡൻ ബൈ ദ ബേ, യൂണിവേഴ്സൽ സ്റ്റുഡിയോ, SCA അക്വേറിയം എന്നിവയുടെ ആകാശ കാഴ്ച ഒരുക്കുന്നു കേബിൾ കാർ. തീരത്തോടടുത്ത ആഴക്കടലായിരുന്നു ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കാരെ സിംഗപ്പൂരിലേക്ക് ആകർഷിച്ചത്. അതിവിദൂര കിഴക്കൻ നാടുകളിൽ താവളമുറപ്പിക്കാൻ അവർ സ്ഥാപിച്ച കപ്പൽ തുറമുഖമാണ് സിംഗപ്പൂരിൻ്റെ തലവര മാറ്റിയെഴുതിയത്. സാമ്പത്തിക വാണിജ്യ രംഗത്ത് സിംഗപ്പൂരിനെ ലോകശക്തിയാക്കി മാറ്റിയതിൽ കപ്പൽ തുറമുഖത്തിൻ്റെ പങ്ക് ചെറുതല്ല. സുരക്ഷാ കാര്യങ്ങളിൽ ലോക മാനദണ്ഡം പാലിക്കുന്ന സിംഗപ്പൂരിലെ കേബിൾ കാറും ഒരിക്കൽ അപകടത്തിൽപ്പെട്ടു. 1983 താഴെക്കൂടി പോയ ഒരു ഡ്രില്ലിംഗ് റിഗ് തട്ടി 2 ക്യാബിനുകൾ കടലിൽ പതിച്ച് 7 പേർ മരണപ്പെട്ടു. പിന്നീട് സുരക്ഷാ ക്രമീകരണങ്ങൾ പല മടങ്ങ് വർദ്ധിപ്പിക്കുകയുണ്ടായി. ഇത് വെറുമൊരു യാത്രയല്ല, പ്രകൃതി ഭംഗിയിൽ ലയിച്ച് മാനത്തു നിന്നും മണ്ണിലേക്ക് നോക്കി അക്കരെ ഇക്കരയ്ക്ക് അവിസ്മരണീയമായ ഒരു യാത്ര.